സമയം 4:30. ഞാൻ അതാ വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് നമ്മളെ ജിഷ്ണു സ്വാമി എടുക്കാൻ പോകും. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഭജനമഠം അവിടെ ബൈക്ക് വെച്ച് നേരെ വണ്ടിയുടെ അടുത്തേക്ക് പോയി. അങ്ങനെ എന്നത്തെ പോലെ തന്നെ ഒരാൾ ലേറ്റായി, അയാളെ കാത്തു നിന്ന്. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ തൃക്കുളം ശിവക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴും തന്നെ അവിടെ നട തുറന്നിട്ടില്ലായിരുന്നു. അങ്ങനെ അവിടെ പോയി ഞങ്ങൾ പുറത്തുനിന്ന് തൊഴുത് പിന്നെ വേഗം വണ്ടിയിൽ കയറി അവിടെ നിന്ന് നേരെ തിരിച്ച് ഞങ്ങൾ നേരെ ശോഭപ്പറമ്പ് ദേവി ക്ഷേത്രത്തിലേക്കാണ് പോയത്. അവിടെ നിന്ന് പെട്ടെന്ന് തൊഴുത് ഞങ്ങൾ ഇറങ്ങി. പിന്നെ നേരെ വണ്ടിയിൽ കയറി അവിടെ നിന്ന് അടുത്തായിട്ട് ഞങ്ങൾ പോയത് ഗരുഡൻകാവിലേക്കാണ്. അവിടുത്തെ മെയിൻ വഴിപാട് പഴവും ഇളനീരുമാണ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഉള്ളിൽ കയറി തൊഴുത് അവിടെയും അധികം നേരം നിന്നിട്ടില്ല, വേഗം ഇറങ്ങി. അടുത്ത് ഞങ്ങൾ നേരെ പോയത് ഹനുമാൻകാവിലേക്കാണ്. നമ്മളെ സ്വാമിമാരിതാ വാവസ്വാമി, മണിക്കുട്ടിസ്വാമി, അജിസ്വാമി, വിഷ്ണുസ്വാമി, വിവേക് സ്വാമി, എല്ലാവരും ഉണ്ട്. നമുക്ക് പതുക്കെ പരിചയപ്പെടാം. പിന്നെ ഇവിടുത്തെ മെയിൻ രസം എന്താണെന്ന് വെച്ചാൽ ഇതാണ്, ഈ ഹനുമാൻ ചാട്ടാണ്. കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് വായിച്ചറിയാം എന്താ സംഗതി. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വണ്ടി കയറി. അപ്പോഴത്തേന് നമ്മളെ രഞ്ജുസ്വാമിയൊക്കെ റൈഡായിട്ടുണ്ട്. പിന്നെ നേരെ പോയത് ഞങ്ങൾ തൃപ്രങ്ങോട് ശിവക്ഷേത്രത്തിലേക്കാണ്. ഇതാ അവിടുത്തെ അമ്പലക്കുളമാണ്, വലിയ കുളമാണ്, അടിപൊളി കുളമാണ്. നമ്മൾ നേരെ ഫ്രണ്ട് ഭാഗത്തോട്ട് പോകുന്നു. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. നമ്മളെ സ്വാമിമാരൊക്കെ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട്, കുറച്ച് സ്വാമിമാരൊക്കെ. ചെറിയ തിരക്കുണ്ടായിരുന്നു, ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെയാണ് നമ്മളെ തൃശ്ശൂലം കഴുകിയ കുളം. ഇതെന്താ സംഗതി എന്ന് വെച്ചാൽ അതെനിക്കറിയില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ഇതാണ് കുളം. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ, ഇത് അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള കുളമാണ്. പുറത്ത് വേറെ കുളവും ഉള്ളിൽ വേറെ ചെറിയ കുളമുണ്ട്. ഞങ്ങൾ വേഗം പോയത് നമ്മളെ അന്നദാനം കൊടുക്കുന്ന സ്ഥലത്തേക്കാണ്. നമ്മളെ സ്വാമിമാരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ തുറന്നിട്ടില്ല. പിന്നെ അതാ ക്യൂ തുടങ്ങി. അപ്പോൾ ഞങ്ങളെ ഒരു സ്വാമീനെ കാണാൻ ചേർന്നു. ഇങ്ങനെ അയാൾ ഒറ്റയ്ക്ക് വരുന്നുണ്ട്. ഞങ്ങൾ 24 പേരെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ നേരെ പോവാൻ കിട്ടിയില്ല.
അവിടെ ഉപ്പുമായിരുന്നു, അടിപൊളി ഉപ്പുമായിരുന്നു കേട്ടോ. അത് കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ച് മണിക്കുട്ടസ്വാമിയുടെ. അങ്ങനെ പിന്നെ ഞങ്ങള് നമ്മളെ രാജസ്വാമിൻ്റെ കുറച്ച് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു വണ്ടിയിൽ. പിന്നെ അടുത്തായിട്ട് നമ്മൾ പോയത് അവിടെ ചെമ്പ്രവട്ടം അയ്യപ്പ ക്ഷേത്രത്തിലാണ്. അടിപൊളി വ്യൂ ആണ് കേട്ടോ അവിടെ. ഈ വയലിലൂടെയാണ് അങ്ങോട്ട് പോകുന്നത്. രണ്ട് സൈഡിലും വയലും അതിൻ്റെ നടുവിലൂടെ. ആ കാണുന്നതാണ് അമ്പലം. മഴക്കാലൊക്കെ ആയ ഇവിടെ വെള്ളം അടിയിലൊക്കെ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ഈ മുകളിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ വെള്ളം കുറവുണ്ട്. ഈ കാണുന്ന ഇത്ര തന്നെ വെള്ളമുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ്. ആ നേരെ കാണുന്നത് നമ്മളെ ചെമ്പ്രവട്ടം പാലാണ് ബാക്കിൽ. പിന്നെ ഞങ്ങൾ അവിടുന്ന് പ്രസാദം വാങ്ങി നേരെ ഒരു പാത്രത്തിൽ വെച്ച് എല്ലാവരും കൂടി അടികൂടി കൈയിട്ട് വാരി അത് കഴിച്ച്. കുറച്ച് ഫോട്ടോഷൂട്ടിന് വേണ്ടിയായിട്ട് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് പോയതായിരുന്നു. കുഴപ്പമില്ലാത്ത തിരക്കായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ നേരെ തിരിച്ചത് തിരുനാവായ ക്ഷേത്രത്തിലേക്കാണ്. ഇതാണ് അമ്പലത്തിൻ്റെ മുൻഭാഗം. വണ്ടി ഞങ്ങൾ പാർക്കിങ്ങിലിട്ട് ബാക്ക് സൈഡിലൂടെയാണ് ഇങ്ങോട്ട് കയറിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് വൈരങ്കോട് ക്ഷേത്രത്തിലേക്കാണ്. നല്ല തിരക്കായിരുന്നു അവിടെ. ക്യൂ ഒക്കെ അതാ കാണുന്ന ക്യൂ. ഒരുപാട് നേരം അവിടെ ക്യൂ നിന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ചന്ദനക്കാവ് ക്ഷേത്രത്തിലേക്കാണ്. അവിടെ വേറൊരു അറ്റ്മോസ്ഫിയർ തന്നെ, നല്ലൊരു വൈബാണ്. ഇതിനുള്ളിൽ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ആ ബോർഡ് കാണുന്ന എല്ലാ ക്ഷേത്രങ്ങളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇവിടെ വന്നാൽ ഞങ്ങൾ നേരെ പോകാറ് അമ്പലക്കുളത്തിലേക്കാണ്. അത് അവിടെ പോയി പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ എല്ലാ അമ്പലങ്ങളും പോകാറ്. ഇതാണ് അമ്പലക്കുളം. അപ്പം നമ്മളെ കുറച്ച് തായ്മാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്, എത്തി കുളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. വാവസ്വാമിയാണ് ആയിരിക്കുന്നത്. ഇത് വിവേക് സ്വാമി, ജിഷ്ണുസ്വാമി രണ്ടുപേരും ഇറങ്ങിയിട്ടില്ല. വാവസ്വാമി അതേപോലെ തന്നെ നമ്മളെ കണ്ണസ്വാമിയാണ് ഇറങ്ങി ചാടാൻ പോകുന്നത്.
അങ്ങനെ അവിടുന്ന് കുളി കഴിഞ്ഞ് ഞങ്ങൾ നേരെ തൊഴാൻ വേണ്ടി പോയി. കുറച്ച് തിരക്കായിരുന്നു അപ്പോഴേക്കും. അങ്ങനെ അവിടെ എല്ലാ സ്ഥലത്തും ഞങ്ങൾ തൊഴുത് പിന്നെ നേരെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചത് നമ്മുടെ കാടാമ്പുഴ ക്ഷേത്രത്തിലേക്കാണ്. കാടാമ്പുഴ ക്ഷേത്രത്തിൽ തൊഴുത് ഇതാ ഈ കാണുന്ന ക്യൂ ഇല്ല, ഇത് അന്നദാനത്തിൻ്റെ ക്യൂ ആണ്. കുറച്ച് പേര് ഇവിടെ നിന്ന് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് തിരിച്ചു.